എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ മുത്തിനെ വളർത്തി. എവിടെ പോകുന്നുണ്ടെങ്കിലും കൊണ്ടുപോകും, പണിക്ക് പോകുമ്പോ കൊണ്ടുപോകും. മുത്തിനെ എങ്ങോട്ടും പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല. മുത്തിനെ പിരിഞ്ഞു നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്തായാലും എന്റെ കൂടെ തന്നെ ജീവിച്ച് കാലം കഴിഞ്ഞവരെ നിന്നോട്ടെന്നാ ഞാൻ ഓർക്കുന്നത്. ഈ പന്നിക്കുട്ടൻ മാധു അമ്മയുടെ സ്വന്തമാണ്. ഒരു കാട്ടുപന്നി എങ്ങനെ ഇത്തരത്തിൽ മനുഷ്യനോട് ഇണങ്ങും എന്നതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. ഒരു വർഷം മുൻപുള്ള ഒരു രാത്രി കാട്ടിലെ ഒരു ഭീകരൻ കടുവ പന്നിക്കുട്ടനെ കൊന്നു തിന്നാൻ വേണ്ടി പുറകെ പാഞ്ഞു. പ്രാണനും കൊണ്ട് ഓടിയ പാവം പന്നിക്കുട്ടൻ ചെന്ന് വീണത് ഒരു വലിയ കുഴിയിലും. എന്നാൽ കുഴിയിൽ വീണ പന്നിക്കുട്ടൻ എത്തിയത് മനുഷ്യരുടെ കരങ്ങളിലേക്കായിരുന്നു. അതെ, ആ രാത്രിയിൽ പന്നിയുടെ കരച്ചിൽ മാധു അമ്മയും മകളും കേട്ടു. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കുഴിയിൽ വീണ് കിടക്കുകയായിരുന്നു ഒരു കുഞ്ഞു കാട്ടുപന്നി. അടുത്ത് കടുവയുടെ സാമീപ്യം അറിഞ്ഞെങ്കിലും അവനെ ഉപേക്ഷിച്ചു വരാൻ അവരുടെ മനസ്സ് അനുവദിച്ചില്ല. അവനെ രക്ഷിച്ചു. പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത് ഇവരുടെ സൗഹൃദത്തിന്റെ ഹൃദയസ്പർശിയായ സംഭവങ്ങളാണ്. രാത്രി ചെന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം പിന്നെ അത് പറയുമ്പോൾ അത്രയ്ക്ക് അവസ്ഥയിലായിരുന്നു അതുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ കൊണ്ടുവന്നിട്ട് പിന്നെ പാലൊക്കെ കൊടുത്ത് അതിനെ വളർത്തി ഇത്ര വലുതാക്കി. എത്ര കാലമായി അപ്പൊ കിട്ടിയിട്ട്? ഇപ്പൊ ഒരു വർഷമായി. നല്ല ചെറുതായിരുന്നു അപ്പോൾ? നല്ല ചെറുതായിരുന്നു. എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ അതിനെ ഞാൻ നോക്കുന്നു. അന്നേരം പണിയൊന്നുമില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് കടമൊക്കെ മേടിച്ചിട്ട് അതിനും പാലൊക്കെ മേടിച്ചു കൊടുത്തത്. തീരെ അവസ്ഥയിലായിരുന്നു. ഞാൻ വിചാരിച്ച് ജീവിച്ചുണ്ടാവില്ല. മാധു അമ്മയുടെ കൊച്ചുമകളാണ് മുത്തു എന്ന് പേരിട്ടത്. എവിടെയായിരുന്നാലും മുത്തു എന്ന് ഒന്ന് നീട്ടി വിളിച്ചാൽ മതി, ഓടിയെത്തും. മുത്തുന്ന് പേരിട്ടതാരാ? എൻ്റെ മോളെ വൈകിക്കുട്ടി. അവള് ഹോസ്റ്റലിൽ പഠിക്കുക, മട്ടപ്പാറ ചീങ്ങേരി. പക്ഷെ മുത്തിനെ എങ്ങോട്ടും പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല. മുത്തിനെ പിരിഞ്ഞു നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്തായാലും മുത്ത് എൻ്റെ കൂടെ തന്നെ ജീവിച്ച് കാലം കഴിഞ്ഞവരെ നിന്നോട്ടെന്നാ ഞാൻ ഓർക്കുന്നത്. എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ മുത്തിനെ വളർത്തി. എവിടെ പോകുന്നുണ്ടെങ്കിലും കൊണ്ടുപോകും, പണിക്ക് പോകുമ്പോ കൊണ്ടുപോകും. അതിനെ ചെറുപ്പത്തിൽ വളർത്തിയത് ഒക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട്. രാത്രി കടുവിനെ ഒന്നും പേടിച്ചില്ല. എന്നിട്ട് കടുവ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞാനും എൻ്റെ മോനും കൂട്ടി പോയിട്ട് എടുത്തിട്ട് പോകുന്നതാണ്. എന്നിട്ടും ചേട്ടൻ പറഞ്ഞു കടുവ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കടുവ പിടിച്ചതായിട്ടൊന്നും അതൊന്നും ഓർത്തില്ല. പിന്നെ കരച്ചിലായിട്ട് ഞാനും മോനും കൂടെ ചെന്ന് ആ കുയിൽ നിന്ന് ഇറങ്ങിയിട്ട് എടുത്തിട്ട് പോകും. ഇതിനെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോ? ഇല്ല, അത് ഓടി ഓടി വായിക്കൂടെ പതേ വന്നായിരുന്നു. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അന്ന് രാത്രി ആയതുകൊണ്ട് പാലൊന്നും കിട്ടിയില്ല. കഞ്ഞിവെള്ളമൊക്കെ ഞാൻ ഉപ്പിടിച്ച് കൊടുത്തായിരുന്നു. അപ്പം പിന്നെ ഇച്ചിരി ഉഷാറായി. രാവിലെ ചെന്ന് പിന്നെ പിള്ളേർ പാല് മേടിച്ചുകൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ശരിക്കും കുടിച്ച് ഉഷാറായി. പിന്നെ കൊണ്ടു തുടങ്ങാൻ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ ചായയും ബിസ്ക്കറ്റും ഇവന് നിർബന്ധമാണ്. ചോറാണ് പ്രിയപ്പെട്ട ഭക്ഷണം. പക്ഷെ വെറുതെ കഴിക്കില്ല, കറി കൂട്ടി കുഴച്ചു കൊടുക്കണം. അവനിപ്പോൾ മാധു അമ്മയുടെ വീട്ടിലെ ഏറ്റവും ഇളയവനായി സന്തോഷത്തോടെ കഴിയുകയാണ്. മുത്തുവും മാധു അമ്മയും. ഇതൊരു അപൂർവ സൗഹൃദത്തിന്റെ കഥയാണ്. കാട്ടുപന്നിയിൽ നിന്നും മുത്തുവിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ കഥ.